ഇതെന്താണിത്? കട്ടവനെ കിട്ടിയില്ലെങ്കിലേ കിട്ടിയവനെ തട്ടുന്ന കാലതാ. സൂക്ഷിക്കണം, എങ്ങനെ കിട്ടില്ല എന്നെ അടിക്കും. എല്ലാവർക്കും അറിയാം ചേട്ടൻ വന്നീനാണ്. ഇവനാണ് ഇവനെ ധൈര്യം കൊടുത്തോണ്ടിരുന്നത്. ലേറ്റ് വന്നാ തങ്കം പോയിട്ട് വരട്ടെ. ശബ്ദത്തിന് എന്ത് പറ്റി? റൊണാൾഡോ പറഞ്ഞേ ഇനി പോയിട്ട് തിരിച്ചു വരണവരെ പ്രശ്നം സോൾവ് ആവണത് വരെ ഇങ്ങനെ സംസാരിച്ചാൽ മതി. മതി. നീ അവൻ പറയണത് അവൻ നീ പറഞ്ഞു കേൾക്കണ്ട, നീ ഞാൻ പറഞ്ഞു കേട്ടാ മതി. എന്നെ കാഴ്ചയിൽ മനസ്സിലാവില്ലല്ലോ. ഇല്ല ഈ കനകത്തിന് ടാക്സി വിളിക്കാൻ പോയിട്ട് എത്ര നേരം? എനിക്ക് അറിഞ്ഞൂടാ. ഡാഡി പോയിട്ട് വരണപ്പോഴത്തേക്ക് വണ്ടല്ലേ വണ്ടി വന്നു. ഇതെന്താ കാരണപകരം ഓട്ടോ? ഓട്ടോക്കകത്ത് എല്ലാവരും എങ്ങനെ കയറും? ഈ ഓട്ടോക്കകത്ത് 4 പേരെങ്ങനെ? ചേച്ചിയാണ് ചേച്ചിയാ. അയ്യോ ചേച്ചി എവിടെ പോയിട്ട് വരുന്നത്? സുലല്ലത്. അയ്യോ ഇതെന്ത് പറ്റി? തമ്പിക്ക് പറ്റി. ഇതിൽ കൂടുതൽ എന്ത് പറ്റാ? ഇങ്ങനെ കയ്യിരിപ്പോണ്ട് കിട്ടിയതാ. എന്തോ കുടിച്ചോണ്ട് ചേച്ചി ആ വർത്തമാനം പറയല്ലോ കേട്ടോടി. ഞാൻ ശകലം മദ്യപിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാൻ നടന്നു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാകത്തില്ല. അപ്പൊ ബോധമില്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ ബോധമുള്ളവരങ്ങ് ക്ഷമിക്കണ്ടേ? ക്ഷമിക്കണം. അവര് ക്ഷമിച്ചല്ല മാവ, ക്ഷമിച്ചില്ല. ഇല്ലേ? ഇല്ലെന്ന്. ആര്? എന്താ കാര്യം? അതെ, ഞങ്ങളുടെ നാടക ട്രൂപ്പിലുണ്ടല്ലോ, ആ സമിതിയിൽ ഒരു പാവപ്പെട്ട ഒരു നടിയുണ്ട്. ആ നടിയും ഞങ്ങളുടെ ട്രൂപ്പിന്റെ മാനേരും തമ്മിൽ ഡിങ്കോലാഫിയാന്ന് പറയാൻ. അങ്ങനെയല്ലേ പറയുന്നേ? അവര് തമ്മിൽ അവര് അവിഹിത ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും അങ്ങനെ ഉണ്ടോ? എവിടെ? അങ്ങനെ സംഭവമില്ല. ഞാൻ നടന്നു പഠിച്ച് ബോധമില്ലാതെ പറഞ്ഞല്ലേ. ഇത് കേട്ടോണ്ട് മാനേർ വീട്ടുകാരറിഞ്ഞ് അവിടുന്ന് ആൾക്കാർ കൊട്ടേഷൻ എടുത്ത് വന്ന് അടിച്ച് പറിച്ചിട്ട് കാലം വീണ് കൈയും കാലം പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി വിട്ട. എന്നെ കൊല്ലണ്ടതാ മാവാ, കൊല്ലണ്ടതാ. അത് പിന്നെ ആരായാലും ചെയ്യൂലേ. അവര് കുറെ പ്രാവശ്യം ഇങ്ങേർക്ക് വാൺ ചെയ്തതാ, എന്നിട്ട് ഇയാളെ കേട്ടില്ല. അവരെന്നെ വാൻ ചെയ്തിട്ടില്ല, വാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കിപ്പോ നല്ല ബോധമില്ലേ. അവരെന്നെ വീട്ടിൽ കൊണ്ട് റീത്തും വെച്ചിട്ടില്ല. എന്താ പറഞ്ഞത്? വീട്ടിൽ റീത്ത് വെച്ചോളില്ല. അല്ല, ഇങ്ങനെ പേടിപ്പിക്കാനേ അവിടെ കണ്ട റീത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു. പക്ഷെ അവര് വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. വെച്ചിട്ടില്ല. അല്ല, അവര് വല്ലതും പറഞ്ഞായിരുന്നോ? റീത്തില് ഇങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന്, നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടെന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞോ? എഴുതിയോടി? എന്താ തങ്ക അങ്ങനെ ചോദിച്ചാ? അതെന്താന്ന് വെച്ചാ ഇപ്പൊ റീത്തൊക്കെ ആകുമ്പോ അങ്ങനെ എന്തെങ്കിലും മിക്കവാറും ആദരാഞ്ജലി എഴുതാന്. അയ്യോ സംഭ്രാന്ത. അന്റെ കയ്യിലിരിപ്പുണ്ടപ്പോ അനക്ക് റീത്ത് വെക്കാൻ വന്നവരില്ലേ? ഇതേ ഇനി റീത്ത് വെക്കാണ്ട് നോക്കിക്കോ. വീട്ടിൽ പോയി റഷ് ചെയ്യും. ശരി കയ്യെ പിടിക്കല്ലേ, കഴിച്ചുകൊണ്ട് പോ. അവിടെ പിടിക്കല്ലേ. സംഭവം എന്താന്ന് മനസ്സിലായല്ലോ. സമാധാനായി. പിന്നെ വീട്ടുകാര് തല്ലാനും കൊല്ലാനായിട്ട് ഓർത്തവർ ഇറങ്ങിക്കണ്. അതൊക്കെ എന്റെ വീട്ടിൽ വരട്ടെ. എന്റെ അല്ലെ വെള്ളം ചേച്ചി അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് പാർട്ടിയുടെ. അവന്റെ കയ്യിലിരിപ്പിനുള്ളത് അവന് കിട്ടി. നീ കാണിച്ചു കൂട്ടിയവരെ കയ്യിരിപ്പിനുള്ളത് പിറകെ വരുന്നുണ്ടാവും. സൂക്ഷിച്ചോ.